അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പള്ളികളിൽ 20 റക്അത്ത് നമസ്കരിക്കുകയും പെട്ടെന്ന് നമസ്കരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ തറാവീഹ് നമസ്കരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിന്റെ വിധി എന്താണ് എന്നറിയാനായിട്ട്. ഓക്കെ. ഇവിടെ പിന്നെ തൊട്ടടുത്തുള്ള പള്ളിയിൽ 23 റക്അത്താണ് നമസ്കരിക്കുന്നത്. ഒരു പക്ഷേ മറ്റ് പള്ളികൾ, തൗഹീദിൻ്റെ പള്ളികൾ ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കാം. അപ്പോൾ അവർ എന്താണ് 23 റക്അത്ത് അവർ തന്നെ പറയുന്നത് വളരെ സ്പീഡിലാണ് ഓതുന്നത് എന്ന് പറഞ്ഞാൽ പല സുന്നത്തുകളും അതിൽ എടുക്കാൻ കഴിയാത്ത ഒരു തുമഅനീനത്ത്, അടക്കവും ഒതുക്കവും ഇല്ലാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആണോ ചെയ്യേണ്ടത്, അതല്ല വീട്ടിൽ നമസ്കരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നാണ്. ഇപ്പോൾ നമ്മൾ ജമാഅത്തിന് പോകുന്ന പള്ളികളൊക്കെ ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അവർ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പള്ളി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവിടെ അതിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം അത് തെറ്റില്ല. അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, മുഹിദ്ദീൻ ഷിക്കെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, അതേപോലെ ഖബറാളികൾക്ക് തവാഫ് ചെയ്യാനും ഖബറിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും അവർക്ക് വേണ്ടി നേർച്ച ചെയ്യാനൊക്കെ പറ്റും, അതിന് തെളിവുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായ പള്ളി ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് 11 റക്അത്താണ് എന്നതുകൊണ്ടും അദ്ദേഹത്തിന് പള്ളിയിൽ തനിച്ച് കൂടുതൽ ഖുർആൻ ഓതി അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് നമസ്കരിക്കാവുന്നതാണ്.